ടെൻഡർ റിജക്ട് ചെയ്യാൻ ഇതാണ് റീസൺ അല്ലേ? കമ്പനി കാര്യങ്ങളിൽ അനാവശ്യ ഇടപെടൽ നടത്തുന്ന സ്റ്റെഫിയെ ശാസിക്കുന്ന ഹരി. അതെന്നോട് തന്നെ ആവണം. ഈ കമ്പനി തകർക്കാൻ വേണ്ടിയല്ല ഞാൻ നിന്നെ ഇവിടെ നിയമിച്ചിരിക്കുന്നത്. കനിക്കും മണിക്കുട്ടിക്കും ഇൻഷുറൻസ് പോളിസി എടുക്കാൻ ഒരുങ്ങുന്ന ഹരി. എന്റെ പേരിൽ ഒരു പോളിസി എടുത്തു തരാൻ നിങ്ങൾക്കാർക്കും തോന്നിയില്ലല്ലോ. ഹരിയുടെ നീക്കത്തെ ആതിര എതിർക്കുന്നു. തുടർന്ന് കാണുക. കനി, ആ പോളിസി ഏജന്റ് ഇല്ലേ, അയാള് കനിയുടെയും മണിക്കുട്ടിയുടെയും തിരിച്ചറിയൽ രേഖകളും ആധാർ കാർഡും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോപ്പി എടുത്തിട്ട് അയാളത് മടക്കിത്തരും. നിങ്ങൾ രണ്ടാളുടെയും ID കാർഡും ആധാർ കാർഡും എടുത്തു വച്ചേക്ക്. ഞാൻ ഓഫീസിൽ പോകുമ്പോൾ തരാൻ മറക്കരുത്. ഈശ്വര, തിരിച്ചറിയൽ രേഖ എന്നൊക്കെ പറയുമ്പോ ഒളിച്ചോ ഒളിച്ചോ? ഇല്ല, ഒളിച്ചോ? ആ, ഒളിച്ചു ഒളിച്ചു. ഏഞ്ചലെ, ഏഞ്ചലെ, ഒന്ന് വേഗം വാ. ഏഞ്ചലെ, ഏഞ്ചൽ എവിടാ? വേഗം വാ, എനിക്ക് എന്തോ പോലെ. മണിക്കുട്ടി, ഏഞ്ചലെ, എനിക്ക് ശരിക്കൊന്നും കാണാൻ വയ്യ. അയ്യോ മണിക്കുട്ടി, എന്തു പറ്റി? ഈ കളി വേണ്ട ഏഞ്ചലെ, എനിക്ക് ശരിക്കൊന്നും കാണാൻ പറ്റിയിരുന്നില്ല. ഇപ്പൊ കാണാവോ? കാണാം, പക്ഷെ ഈ കളി വേണ്ട. ശരി, നമുക്ക് വേറെ കളി കളിക്കാം. വാ മണിക്കുട്ടി. കനിമ, ഞങ്ങൾ ഇവിടെ നിന്ന് കളിക്കുക. വാ ഏഞ്ചലെ, നമുക്ക് പുതിയ കളി കളിക്കാം. വാ. സോറി സൂര്യേട്ടാ, തിരുമുറ്റം ഗ്രൂപ്പിൽ സ്റ്റെഫി കോശി എന്ന ഞാനിപ്പോ CC ക്യാമറകളുടെ നിരീക്ഷണത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം. അതെ സൂര്യേട്ടാ, എന്റെ ചേച്ചിയുടെ ഭർത്താവായിരുന്ന ഹരിനാരായണനെ ഞാൻ ഹരിയേട്ടാന്ന് വിളിക്കാൻ പാടില്ല. പിന്നെ ഞാൻ ഡീൽ ചെയ്തിരുന്ന ക്ലയൻസിന് മേൽ ഹരിയേട്ടന് വക ഒരു സ്പെഷ്യൽ നിരീക്ഷണവും. ചുരുക്കി പറഞ്ഞ കമ്പനിയിൽ എനിക്ക് റെഡ് ലൈൻ വീണു കഴിഞ്ഞു. സ്റ്റെഫി മോളെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കമ്പനിയിൽ എന്റെ അവസ്ഥ അത് തന്നെയാണ്. ഹരിയേട്ടനെ എനിക്ക് പിടി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഹരിയേട്ടനെ എനിക്ക് പിടി തരുന്നില്ല. സ്റ്റെഫി മോളെ, ചെക്ക് കേസിന്റെ ഗൗരവം അറിയാലോ. ഇതിപ്പോ എന്റെ നിലനിൽപ്പിന്റെ മാത്രമല്ല, അഭിമാനത്തിന്റെ കൂടി പ്രശ്നം. അറിയാം സൂര്യേട്ടാ, പക്ഷേ തടസ്സമായി നിൽക്കുന്നത് ഞാനല്ലല്ലോ. ഞാൻ ബിസിനസ് ചെയ്ത് പച്ചപിടിച്ചു വരുന്നതിനുള്ള അസൂയ അങ്ങേർക്ക്. തിരുമുറ്റത്ത് നാരായണൻ തമ്പിയുടെ മക്കളിൽ ഹരിനാരായണൻ മാത്രമേ ബിസിനസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് എവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ. കച്ചവടം എന്ന് പറയുമ്പോൾ അല്ലറ ചില്ലറ വീഴ്ചകളൊക്കെ പറ്റും, അത് സ്വാഭാവികമാണ്. നാളെ അങ്ങേർക്കൊരു വീഴ്ചയുണ്ടായാൽ പണം കൊണ്ടായാലും കൈ കൊണ്ടായാലും താങ്ങാൻ ഞാൻ മാത്രമേ കാണൂ. ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല സൂര്യേട്ടാ. തിരുമുറ്റത്തെ അന്തപുരത്തിൽ ഒരു തിരുപ്പുണ്ടല്ലോ, കനി. അവര് പറയുന്നത് പോലെ അല്ലേ ഹരിയേട്ടനിപ്പോ പ്രവർത്തിക്കുന്നുള്ളൂ. സൂര്യേട്ടൻ കണ്ടോ, ഒരു അപ്പാവിയെ പോലെ, ഒരു സാധുവിനെ പോലെ തിരുമുറ്റത്തിരിക്കുന്ന ആ കനി അധികം താമസിയാതെ തിരുമുറ്റം ഗ്രൂപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായും മാനേജിംഗ് ഡയറക്ടറായും പുറത്തിറങ്ങും. ഭാവിയിൽ ഞാനിരിക്കുന്ന ആ കസേരയിൽ അവരാ പൊട്ടിപ്പെടിനെ പിടിച്ചിരുത്തുകയും ചെയ്യും. ഒടുക്കം സൂര്യേട്ടന്റെ അച്ഛൻ ഇരിക്കുന്ന വീൽ ചെയറിലായിരിക്കും ഹരിയേട്ടന്റെ സ്ഥാനം. ഏഞ്ചലിന്റെ ഹാർട്ട് ബീറ്റ്സ് ഒന്ന് സ്തംഭിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണല്ലോ അവര്. അവളെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. സ്റ്റെഫി എനിക്ക് ഇപ്പൊ ഒരു വഴി പറഞ്ഞതാ. മംഗലാപുരത്തെ മാർവാടികളെ അവന്മാരെന്നെ ജയിലിൽ കെട്ടുന്നതിന് മുന്നേ എനിക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് തലയുറണം.
സ്റ്റെഫി, നീ എന്നെ കുഴപ്പിക്കല്ലേ. എല്ലാം കുഴഞ്ഞു മറിഞ്ഞു കിടക്കാണ് സൂര്യേട്ടാ. ഇങ്ങനൊക്കെ സംഭവിക്കുന്ന ഞാൻ അറിഞ്ഞു. സ്റ്റെഫിയുടെ കോള് വരുന്നുള്ള പ്രതീക്ഷയില്ല ഞാനിരുന്നേ. അതുണ്ടാവാതെ വന്നതുകൊണ്ടാ നേരിൽ കാണാൻ ഞാൻ. ചതിച്ചത് ഞാനല്ല, സൂര്യേട്ടന്റെ വല്യേട്ടൻ തന്നെയാ. പക്ഷേ അങ്ങേര് സ്റ്റെഫിയെ സംശയിക്കുന്ന ഒരാളല്ലല്ലോ. ഞാൻ കണ്ടെടുത്തോളം സ്റ്റെഫിക്ക് അവിടെ സർവ്വ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ ഞാൻ അവിടുത്തെ നോട്ടപ്പുള്ളിയാ. സൂര്യേട്ടനെ ഞാൻ സഹായിക്കുമെന്ന് ഹരിയേട്ടൻ എങ്ങനെയോ മണത്തറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ എന്റെ മേൽ ഏതോ ഒരു ക്ലയന്റിന്റെ പേരും പറഞ്ഞ് കർശനമായി നടപടികൾ എടുത്തിരിക്കുന്നത്. ആ വൃത്തികെട്ട ജന്തുവിനെയും അവളുടെ പൊട്ടിപ്പെണ്ണിനെയും തിരുമുറ്റത്തേക്ക് അങ്ങേരെ ആനയിച്ചു കൊണ്ടുവന്നപ്പോഴേ എനിക്കറിയാം ഇത് എനിക്കെന്നല്ല എല്ലാവർക്കും കീറാമുട്ടിയാവും. അന്ന് പള്ളിമേടി കയറി ചെന്നപ്പോ അവളെ ഭീഷണിപ്പെടുത്തുകയായിരുന്നില്ല വേണ്ടത്, കഴുത്ത് ഞെരിച്ച് കൊല്ലണമായിരുന്നു നാശത്തിന്. എനിക്കതിന് കൈ പൊങ്ങിയില്ല. അതാ ഞാൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരവും. നിന്റെ ചേച്ചി തിരുമുറ്റത്തുണ്ടായിരുന്നപ്പോ ഈ പറഞ്ഞ വലിയേട്ടൻ എന്നെ അനിയാന്ന് വിളിച്ച തേനും പഞ്ചാര ഇറ്റു വീഴുമായിരുന്നു. ഇപ്പോ അങ്ങേർക്ക് എന്നെ കാണുന്നത് തന്നെ ചതുർത്ഥിയാ. കൊല്ലം കുറേയായിട്ട് എൻ്റെ കൂടെ ഒരുത്തി താമസിക്കുന്നുണ്ടല്ലോ എൻ്റെ ഭാര്യയായിട്ട്. ഇന്നേ വരെ തിരുമുറ്റം വീടിനെ വെറുപ്പിക്കാനോ അവിടെയുള്ളവരെ വേണ്ടെന്ന് വെക്കാനോ അവൾ എന്നോട് പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെ പറഞ്ഞാലോട്ട് കേൾക്കുന്നവനും അല്ല ഈ സൂര്യനാരായണൻ. വലിയേട്ടനെ കാണേണ്ടത് എൻ്റെ സർവനാശമല്ലേ. എന്തായാലും അതുണ്ടാവാൻ പോണില്ല. അനിയത്തി കൈയൊഴിഞ്ഞ സ്ഥിതിക്ക് ഏത് ആഴിയിൽ മുങ്ങിത്തപ്പിയിട്ടാണെങ്കിലും എനിക്കിതിനൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. ഈ ബാറിലും ചീട്ടുകളി ക്ലബിലും ഒക്കെ ലക്ഷങ്ങളിട്ട് അമ്മാനമാടിയിരുന്നു ഞാൻ. പക്ഷെ ഇപ്പൊ ഒന്ന് വീണുപോയി. അതുകൊണ്ടാ മോളെ ഈ സൂര്യേട്ടന് നിന്റെ മുമ്പിൽ കൈനീട്ടേണ്ടി വന്നത്. സൂര്യേട്ടാ, അത് സാരല്ല മോളെ, നിന്റെ നിസ്സഹായ അവസ്ഥ എനിക്കറിയാം. കയ്യിൽ കാശം വെച്ചോണ്ട് നീ എന്നെ നിരാശപ്പെടുത്തില്ല എന്നും എനിക്കറിയാം. ഈ ജയിലും മണ്ണാങ്കട്ടെന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് പേടിയാ. നിന്റെ തനിച്ചേടത്തേക്കേ എനിക്കൊരു പേടിയില്ല. ഞാൻ ജയിലിൽ കയറിയ അതിൻ്റെ പേരിൽ ഈ സമൂഹത്തിൽ നാറാൻ പോകുന്നത് എനിക്ക് ജന്മം തന്ന തിരുമുറ്റത്ത് നാരായണൻ തമ്പി എന്ന ആ മഹാമനുഷ്യനല്ലേ. നാറട്ടെ, കൂട്ടത്ത് മറ്റേയാളും നാറട്ടെ, എൻ്റെ വല്യേട്ടൻ ഹരിനാരായണൻ. നാറ്റിക്ക് ഞാൻ. മോൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. മോൾക്ക് ഈ പത്രക്കാരൻ ടി വിക്കാരെയൊക്കെ പരിചയം കാണുമല്ലോ. കോടതിയിലോ സ്റ്റേഷനിലോ മറ്റോ എനിക്ക് സറണ്ടർ ആവേണ്ടി വന്നാൽ മോൾ അവരെയൊക്കെ വിളിച്ചറിയിക്കണം. ഒരു കർച്ചീഫ് കൊണ്ടുപോലും ഞാൻ മുഖം മറക്കില്ല. കൈവിലങ്ങും പൊക്കിപ്പിടിച്ച് ഇങ്ങനെ നിന്നു കൊടുക്കും. സർവമാന പത്രങ്ങളിലും ടി വി മാധ്യമങ്ങളിലും അത് വരണം. തിരുമുറ്റത്ത് നാരായണൻ തമ്പിയുടെ മകൻ സൂര്യനാരായണൻ ചെക്ക് കേസിൽ അറസ്റ്റിൽ. അതായിരിക്കണം തലക്കെട്ട്. എന്നാ ഞാൻ പോട്ടെ മോളെ. ഹരിയേട്ടനെ അടിക്കാനുള്ള ഏറ്റവും വലിയ ആയുധം ഈ പോയ മനുഷ്യനാ. പക്ഷേ ഞാനത് നിങ്ങൾക്ക് നേരെ പ്രയോഗിക്കില്ല. പോയ കാര്യം എന്തേ സൂര്യേട്ടാ? എന്താവാനാ, ആ കൊച്ചു കൈയൊഴിഞ്ഞു. അല്ല, നമ്മുടെ ഹരിയേട്ടനില്ലാത്ത ദണ്ണം അവൾക്കെന്തിനാ? സൂര്യേട്ടനല്ലേ പറഞ്ഞത് അവള് വിചാരിച്ചാ നടക്കും, അവൾ ആ കമ്പനിയുടെ എല്ലാം ആണെന്ന്. ഇനി നിങ്ങളുടെ വല്യേട്ടൻ അവളെയും ചട്ടം കെട്ടി കാണൂ. അവളവിടെ പണിയെടുക്കുന്നുണ്ടെങ്കിലും കൂറും നമ്മളോട് അടി. ആനയെടുത്തിയുടെ സ്ഥാനത്തേക്ക് വരാൻ അവള് കൊതിച്ചപ്പോ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് നമ്മളൊക്കെ തന്നെ ആയിരുന്നില്ലേ? അതുകൊണ്ട് അവൾ എക്കാലവും നമ്മുടെ പക്ഷത്തെ നിൽക്കൂ. പക്ഷത്ത് നിക്കാന്ന് വെച്ചാ വെറുതെ ഒരാളായിട്ട് നിന്നാ മതിയോ? ഇങ്ങനെയൊക്കെയുള്ള വിഷമഘട്ടത്തിലല്ലേ അവൾ അത് തെളിയിക്കേണ്ടത്. എടി, ആ കൊച്ചിന് എന്റെ പ്രശ്നത്തിൽ ആവലാതിയുണ്ട്. ആരെ കൊന്നിട്ടായാലും 25 ലക്ഷം രൂപ എടുത്തു തരാൻ അവള് ചങ്കുറപ്പ് കാണിക്കുമെന്നുള്ളത് കൊണ്ടല്ലേ ഞാൻ അവളെ പോയി കണ്ടത്. ഇപ്പൊ എന്താ നടക്കില്ലെന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു. അത്
ഹരിയേട്ടൻ അവൾക്ക് അവസാനത്തെ താക്കീതും കൊടുത്ത് നിർത്തിയിരിക്കുക. ഇന്നലെ വരെ നമ്മുടെ ഏട്ടനെ ഹരിയേട്ട ഹരിയേട്ട എന്ന് വിളിച്ചിരുന്ന കൊച്ചിപ്പോ ഹരിയേട്ടനെ സാറേന്നാ വിളിക്കുന്നേ. പഴയതുപോലൊന്നും അല്ലടി തനുജേ, അവിടുത്തെ ചിട്ടാവട്ടങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഒരു ക്രമക്കേട് കാണിച്ച ഹരിയേട്ടൻ അവളെ അവിടുന്ന് തൂക്കുമെന്നുള്ള കാര്യം ഉറപ്പായി. എല്ലാം കൊണ്ടിപ്പോ വഴിമുട്ടിയത് ഞാനാ. 25 ലക്ഷം രൂപ ഞാനിപ്പോ ആരുടെ നിന്ന് വാങ്ങാനാ? നാണക്കേടാവൂല്ലോ സൂര്യേട്ടാ. വണ്ടിച്ചെക്കിന്റെ പേരിൽ നിങ്ങൾ അകത്തു പോയാ പിന്നെ ഈ നാട്ടില് തല ഉയർത്തി നടക്കാൻ പറ്റും എനിക്ക്. ഓ, അല്ല, നിങ്ങൾ ആ വക്കീലിനെ പോയി കണ്ടപ്പോ അങ്ങേരെന്താ പറഞ്ഞത്? അങ്ങേരെ കോടതിയിൽ ഒബ്ജക്ഷൻ പറഞ്ഞുകൊണ്ടെന്നും എന്നെ വെറുതെ വിടില്ലെന്നേ. പണത്തിന് പണം തന്നെ വേണം. എന്നാലും ആ മംഗലാപുരംകാരൻ എന്നോട് ഈ ചതി ചെയ്തല്ലോടി. നിങ്ങൾ തന്നെ വരുത്തി വെച്ചതാ. അവര് വിളിച്ചാ ഫോൺ എടുക്കില്ല, അവരുടെ ആൾക്കാർ വന്നാ മുഖം കൊടുക്കില്ല. ചെക്ക് മടങ്ങിയതിന്റെ പേരില് എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ ഗതി വരുമായിരുന്നു. അയ്യോ, വന്നത് വന്നു. എന്റെ തനുജെ, നീ ഇനി അതൊക്കെ എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നിൽക്കാതെ. അതെ, നീ എന്തെങ്കിലും ഒരു പോംവഴി പറഞ്ഞതാ. നിങ്ങൾ ആദ്യം തിരുമുറ്റത്ത് ചെന്ന് ആ മാരണങ്ങൾ അവിടെ നിന്ന് അടിച്ചിറക്ക്. എങ്കിലേ ഇതിനൊരു പരിഹാരം ഉണ്ടാവും. നേരെ അങ്ങോട്ട് വിട്ടാലോന്ന് തോന്നിയതാ. എന്തായാലും ജയിലിൽ പോണം. എന്നാ പിന്നെ അതുങ്ങളൊക്കെ അങ്ങ് കൊന്നിട്ട് പോയാലോ എന്ന് ആലോചിച്ചതാ. പിന്നെ എന്തിനാ സൂര്യേട്ടാ നിങ്ങൾ ഇങ്ങനെ അമാന്തിക്കുന്നേ? ഇതാ നിങ്ങളുടെ കുഴപ്പം. അന്നേരം തോന്നുന്നത് അന്നേരം ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആള് മാറും. ഹേയ്, അങ്ങനെ മാറിയിട്ടൊന്നുമില്ലടി. ഹരിയേട്ടന്റെ ഭാഗം ന്യായീകരിക്കാനും കനിയെയും അവളുടെ പൊട്ടിപ്പെണ്ണിനെയും ചെറുകനടിയിൽ വെക്കാനും അവിടെ അച്ഛൻ എന്നൊരാളുണ്ടല്ലോ, നമ്മുടെ വാക്കുകൾക്കൊന്നും ഒരു വിലയും തരാത്ത. അങ്ങേരുടെ വർത്താനുണ്ടല്ലോ, എനിക്കതങ്ങോട്ട് പിടിക്കണില്ല. അത് നേരാ. നിങ്ങളുടെ അച്ഛൻ റിട്ടയർഡ് ജഡ്ജിയാണെന്നാ വിചാരം. വീൽ ചെയറിലിരുന്ന് കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യം. ഇല്ലെങ്കിൽ ഈ വണ്ടിച്ചെക്കിന്റെ പേരില് ഇവിടെ വന്നു കയറി എന്റെ മുന്നിലിട്ട് നിങ്ങളെ തല്ലിയന്. പിന്നെ ലോകത്തൊരാളും വണ്ടിച്ചെക്ക് കൊടുക്കാത്ത പോലെ. എന്നാലും എന്റെ തനുജെ, എന്റെ സ്വന്തം അച്ഛനെ പോലും എന്നോടൊരു അലിവ് തോന്നുന്നില്ലല്ലോ. നിങ്ങളുടെ അച്ഛനിപ്പോ എന്നെ നിങ്ങളെയൊക്കെ അങ്ങ് മറന്നു. അങ്ങേർക്കിപ്പോ ഒറ്റ മകനും ഒരു മരുമോളും അല്ലേ ഉള്ളൂ. നിങ്ങളുടെ വല്യേട്ടനും അങ്ങേരുടെ ആ രണ്ടാം കെട്ടിയോളും. അതെ, ഞാൻ ആലോചിച്ചിട്ട് ഇനി ഒരു വഴിയേ ഉള്ളൂ. നിങ്ങളെ അവളെ പോയി കാണും, നിങ്ങളുടെ പുതിയ ഏട്ടത്തെ. ആര്? ഞാനോ? അതെ, നിങ്ങൾ തന്നെ പോണം. ഹരിയേട്ടൻ അവളെ കെട്ടുന്നതിനെതിരെ അരയും തലയും മുറിക്കുന്നത് നമ്മളാണല്ലോ. പോരാത്തതിന് പള്ളി ചെന്ന് കയറി അവളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അതിന്റെ കലിപ്പ് മൊത്തം അവളുടെ ഉള്ളിലിരിപ്പുണ്ട്. അതാ വല്യേട്ടൻ അവള് പറഞ്ഞു തിരിച്ചത്. അതെ, നിങ്ങൾ അവളെ ഒന്ന് ചെന്ന് കാണ്. ചെയ്തതിനൊക്കെ ഒരു മാപ്പ് പറഞ്ഞേക്ക്. മാപ്പ് പറയാനോ? ഞാനോ? കാരണം നോക്കിയൊന്ന് പറ്റിച്ചാണ്ടല്ലോ. എന്നെ കൊണ്ട് വെറുതെ ഇത് ചെയ്യിക്കരുതേ. നിങ്ങളുടെ പെങ്ങൾ അവിടെ കിടന്ന് അഭിനയിക്കുന്നുണ്ടല്ലോ. സ്വന്തം അച്ഛന്റെ തലയടിച്ച് പൊട്ടിച്ചിട്ടെ അബദ്ധം പറ്റിയതാണെന്ന് വിളിച്ചു പറഞ്ഞില്ലേ? എടി 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 അത് അവള്. അളിയന് നാക്കും പോക്കും ഇല്ലാത്തത് കൊണ്ട് അവൾക്ക് ആ മാരണത്തിന്റെ കയ്യും കാലും പിടിക്കേണ്ടി വന്നു. അവളൊരു പെണ്ണാ. ഞാനേ തിരുമുറ്റത്ത് നാരായണൻ തമ്പിയുടെ മോനാ. ഒറ്റത്തന്തയ്ക്ക് ജനിച്ചവൻ. ആരോടെങ്കിലും ഞാൻ ഇഷ്ടക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇഷ്ടക്കേട് തന്നെ. അത് മരിക്കുന്നിടം വരെ അവരെ ആ കണ്ണിലെ പിന്നെ ഈ സൂര്യനാരായണൻ കാണൂ. വണ്ടിച്ചെക്കിന്റെ പേരിൽ ജില്ലാ ജയിലിലല്ല, അങ്ങ് സെൻട്രൽ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നാലും സൂര്യനാരായണൻ ഗജവീരനെ പോലെ ഇങ്ങനെ തന്നെ നിൽക്കും. ചേച്ചി എന്താ പറയാൻ പോണേ? എനിക്കറിയില്ല ഉണ്ണിക്കുട്ടാ, ഞാൻ എന്താ പറയണ്ടേ? ചേച്ചി, ഞാനും ചേച്ചിയും മണിക്കുട്ടിയും ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് യാതൊരു രേഖകളും ഇല്ലാത്തവരാ. തിരിച്ചറിയൽ കാർഡോ ആധാർ കാർഡോ റേഷൻ കാർഡോ അങ്ങനെ ഒരു രേഖയും നമ്മളെ കയ്യിലില്ല. പക്ഷെ ഉണ്ണിക്കുട്ടാ, ഇവിടെ സാറിന് അതൊന്നും അറിയില്ലല്ലോ. ഇൻഷുറൻസ് പോളിസിക്ക് വേണ്ടി ഞാനും മണിക്കുട്ടിയും അപേക്ഷകളിലൊക്കെ ഒപ്പിട്ട് കൊടുത്തു. സാറ് ആ ഏജന്റിന് 2 ചെക്കും കീറിക്കൊടുത്തു. ഞങ്ങളുടെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്.
ഇനി തിരിച്ചറിയൽ രേഖകളൊന്നും ഇല്ലാത്തവരാണ് നമ്മളെന്ന് അറിഞ്ഞാ ഒക്കെ വലിയ പ്രശ്നമാവില്ലേ ഉണ്ണിക്കുട്ട? എന്ത് പ്രശ്നം? ചേച്ചിക്കും മണിക്കുട്ടിക്കും തിരിച്ചറിയൽ കാർഡ് ഇല്ലാന്നറിയുമ്പോ ഹരിനാരായണൻ സാറ് ആ പോളിസി വേണ്ടെന്ന് വെക്കും. അതിനപ്പുറം ഒന്നും സംഭവിക്കില്ല കനിച്ചേച്ചി. കാര്യങ്ങൾ അത്ര നിസ്സാരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല മോനെ. ഹരിസാറ് കനിച്ചേച്ചിയിൽ വിശ്വസിക്കുന്ന ഒരാളല്ലേ. നല്ല മനസ്സുറപ്പോടുകൂടി ആ കള്ളത്തിൽ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. ഇല്ല ഉണ്ണിക്കുട്ട, സാറിന്റെ മുഖത്ത് നോക്കി അങ്ങനൊരു കള്ളത്തരം പറയാൻ എനിക്കാവില്ല. പിന്നെ അതല്ലാതെ മറ്റെന്ത് പറഞ്ഞ ഹരിസാറെ വിശ്വസിപ്പിക്കുക? ഞാനെല്ലാം തുറന്നു പറയാൻ പോവാ. എല്ലാന്ന് വെച്ചാ നമ്മൾ ആരാണെന്ന സത്യം. കനിച്ചേച്ചി, അതെ ഉണ്ണിക്കുട്ട, ഞാനും മണിക്കുട്ടി ഉണ്ണിക്കുട്ടനും ആരാണെന്ന സത്യം സാർ അറിയണം. നമ്മൾ അൻപണ്ണനൊപ്പം താവളത്തിൽ നിന്ന് രക്ഷപ്പെട്ടതും പള്ളിയിലെത്തിയതും ഫാദറിനോടൊരു വലിയ കള്ളം പറഞ്ഞ് ഫാദറിന്റെ തണലിൽ കൂടിയതും മണിക്കുട്ടിക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് ഇവിടം വരെ എത്തിയതും, അങ്ങനെ എല്ലാ സത്യങ്ങളും സാർ അറിയട്ടെ ഉണ്ണിക്കുട്ട. കനിച്ചേച്ചി, സാർ ചാർത്തി തന്ന ഒരു താലി എന്റെ കഴുത്തിലുണ്ട്. അതൊരു വലിയ സത്യവും വിശ്വാസമാണ് മോനെ. എനിക്ക് സാറിന്റെ മുഖത്ത് നോക്കി ഒരു കെട്ടുകഥ പറയാനാവില്ല. ചേച്ചി അബദ്ധം കാണിക്കരുത്. നമ്മൾ പറഞ്ഞൊരു കള്ളക്കഥ സാറ് വിശ്വസിച്ചിട്ടുണ്ട്. ഇനി അതല്ല യാഥാർത്ഥ്യമെന്ന് ചേച്ചി പറയാൻ നിന്നാ മണിക്കുട്ടിയും കനിച്ചേച്ചിയും ആ നിമിഷം തിരുമുറ്റത്ത് നിന്ന് പുറത്താവും. ഉണ്ണിക്കുട്ട, നമ്മുടെ മണിക്കുട്ടിയുടെ നല്ലതിന് വേണ്ടിയല്ലേ ചേച്ചി നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്, യാതനകളും വേദനകളും അനുഭവിച്ചത്. എന്നിട്ട് ഒരു തിരിച്ചറിയൽ രേഖയുടെ പേരിൽ തിരുമുറ്റത്ത് നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ സൗഭാഗ്യങ്ങളൊക്കെ തട്ടിക്കളയണം. ഉണ്ണിക്കുട്ട, എൻ്റെ കനിച്ചേച്ചിക്കൊരു ജീവിതം ഉണ്ടാവാൻ കർത്താവിനോട് ഞാൻ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മുടെ മണിക്കുട്ടിയെ നഷ്ടപ്പെടാത്തൊരു ജീവിതമാണ് കനിച്ചേച്ചിക്ക് ഇപ്പം അവിടെ കിട്ടിയിരിക്കുന്നത്. ചേച്ചി ഹരിസാറിനോട് പറയും, ചേച്ചി അന്ന് പ്രായപൂർത്തിയാകാത്ത പെണ്ണായിരുന്നതുകൊണ്ട് കൈക്കുഞ്ഞായ മണിക്കുട്ടിയും തോളിലിട്ട് എട്ടും പൊട്ടും തിരിയാത്ത എന്നെയും പിടിച്ച് വീടും നാടും വിട്ട് ഇറങ്ങേണ്ടി വന്നതുകൊണ്ട് യാതൊരു രേഖകളും ഇല്ലാതെ പോയെന്ന്. സാറത് വിശ്വസിക്കോ? വിശ്വസിപ്പിക്കണം. നമ്മുടെ മണിക്കുട്ടിക്ക് വേണ്ടി ഹരിസാറിനത് വിശ്വസിപ്പിക്കണം. ഹരിയേട്ടാ, സോറി സാർ, ഇരിക്കൂ. സ്റ്റഫി, ഇന്ന് ബാങ്കിൽ നിന്നൊരു വിളിയുണ്ടാവും. 50 lakhsന്റെ 2 ചെക്കുകളുടെ ക്ലിയറൻസിന് വേണ്ടി. സർ, അതൊന്ന് കൺഫേം ചെയ്തേക്കണം. ഓക്കെ സാർ. അത് ഏത് കമ്പനിയുടെ പേരിലാണ് പോയിരിക്കുന്നത്? ഞാനത് LICയുടെ അക്കൗണ്ടിലേക്ക് കൊടുത്തിരിക്കുന്ന ചെക്കുകളാണ്. LIC. ഓ, അപ്പോ ഫാമിലി മാറ്റർ ആണല്ലേ സാർ? യെസ്. കനിയുടെ മണിക്കുട്ടിയുടെ പേരിൽ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കാൻ തോന്നി. സ്റ്റെഫിക്കറിയാലോ, ജീവിതത്തിൽ ഇന്നേവരെ ഒരു സുരക്ഷിതത്വം ഇല്ലാതെ ജീവിക്കേണ്ടി വന്നവരവർ. അവർ എൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ ലൈഫ് കവർ ചെയ്യേണ്ടത് എൻ്റെ കടമയല്ലേ? അതെ അതെ, ഹരിയേട്ടനാണല്ലോ, സോറി സാറാണല്ലോ അവർക്കെല്ലാം. അതെ സ്റ്റെഫി, എന്നിൽ പ്രതീക്ഷ വയ്ക്കുന്നൊരു ജീവിതമാണ് അവരുടേത്. തിരുമുറ്റത്തുള്ളവർ ഇത് ഏത് അർത്ഥത്തിൽ എടുക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് പോളിസിയുടെ കൂടുതൽ വിവരങ്ങളൊന്നും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. ഓഹോ, അപ്പൊ ആരെ അറിയിക്കാണ്ട് കനിക്കും അവളുടെ പൊട്ടിപ്പണിനും നിങ്ങൾ കൊടുക്കുന്ന സമ്മാനമാണിതല്ലേ? എന്റെ ഏഞ്ചലിനോട് പോലും എനിക്കൊരു കള്ളം പറയേണ്ടി വന്നു. ഒരു കുട്ടിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഇൻഷുറൻസ് സുരക്ഷ എന്റെ മോളുടെ പേരിലും എനിക്കെടുക്കണമെന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് ഈശ്വരൻ എന്റെ കുഞ്ഞിന്റെ ഹൃദയത്തോട് കനിവ് കാണിക്കണം. അവളെ ഒരു രോഗിയിൽ നിന്ന് മുക്തിയാക്കി സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കണം. എല്ലാ കുഞ്ഞുങ്ങളെയും പോലെ എന്റെ ഏഞ്ചൽ ആരോഗ്യവതിയാവണം. അവൾക്ക് സ്കൂളിൽ പോകാൻ കഴിയണം. കൂട്ടുകാരോടൊപ്പം ഓടിച്ചാടി കളിക്കാനുമാവണം. ഹരിയേട്ടാ, സോറി സ്റ്റെഫി, ഇവിടെ ഞാനങ്ങനെ ഇമോഷണൽ ആവാറില്ല. ഏഞ്ചൽ ഒരു വേദനയായി ഉള്ളിക്കിടക്കുന്നതുകൊണ്ട് എനിക്കെന്തോ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. സോറി. സാറിന് എന്നോട് ഇത്രയെങ്കിലും ഷെയർ ചെയ്യാൻ തോന്നിയല്ലോ. സാറിനെ ആശ്വസിപ്പിക്കാനുള്ളൊരു സ്പേസ് എനിക്കുണ്ടെന്ന് തോന്നിയതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആനി ചേച്ചിയെ പോലെ എനിക്കതിന് കഴിയുമെന്ന് സാറിന് തോന്നിയെന്നല്ലേ അതിനർത്ഥം? ആ സ്റ്റെഫി,
എനിക്ക് ആ പുതിയ അഡ്വർടൈസ്മെന്റ് ഒന്ന് ഫോർവേഡ് ചെയ്തേക്ക്. ചെയ്യാം സാർ. ഓക്കെ, ക്യാരി ഓൺ. എന്റെ ഹരിനാരായണൻ സാറേ, നിങ്ങൾ ഒരു കാര്യത്തിൽ എനിക്കിപ്പോ പിടി തന്നു. ഇൻഷുറൻസ് പോളിസി. കനിക്കും മണിക്കുട്ടിക്കും വേണ്ടി ഒറ്റയടിക്ക് 1 കോടി രൂപ. ഞാനൊന്ന് മനസ്സ് വെച്ചാ അവർക്ക് ഈ പോളിസി കവറേജ് കിട്ടില്ല. സൂര്യേട്ടാ, നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ഒരിടത്ത് നിന്ന് ഇരുന്ന്. ഏയ്, അതൊന്നും ശരിയാവില്ല. നീ നിന്റെ അച്ഛനൊന്ന് വിളിക്കോ പ്ലീസ്. സൂര്യേട്ടനോട് ഞാൻ പറഞ്ഞതല്ലേ ആ വഴി നടക്കത്തില്ലെന്ന്. അല്ല, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ വീടിന്റെ ആധാരം വെച്ച് നമുക്കൊരു 20 ലക്ഷം രൂപ മറിക്കാം. ഒരെണ്ണം വെച്ച് തന്നാണ്ടല്ലോ. ഇമാതിരിയുള്ള നിന്റെ ഉപദേശം കേട്ടാ ഞാൻ ഈ പരുവത്തിലായത്. എന്നോട് എന്തിനാ ചാടി കയറുന്നേ? ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ വണ്ടിച്ചക്ക് കീറി കൊടുത്തത്? നിങ്ങൾക്ക് ജീവിക്കാൻ അറിയില്ല, അത്ര തന്നെ. ഗതി ഇതാവൂന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തിരുമുറ്റത്ത് വീട്ടിൽ നിന്ന് കെട്ടിപ്പറക്കി ഇറങ്ങില്ലായിരുന്നു ഞാൻ. ആട്ടും തുപ്പും സഹിച്ചിട്ടായാലും നിങ്ങളുടെ പുന്നാര പെങ്ങളും അളിയനും കിടക്കുന്ന പോലെ അവിടെ കിടന്നാ മതിയായിരുന്നു. എങ്കി പോടി, നീ ചെന്ന് കേറിക്കൂടെ. നീയും നിന്റെ മോനും തിരുമുറ്റത്ത് തന്നെ പോയി ജീവിക്കേ. കേസും വിചാരണയൊക്കെ കഴിഞ്ഞ് വിധി വരുമ്പോ ഞാൻ ജയിലിൽ കഴിഞ്ഞോളാം. സൂര്യേട്ടാ, ഇവിടെ ഞാൻ എന്റെ തനുജയെ എനിക്ക് എന്റെ നിയന്ത്രണം തന്നെ വിട്ടുകൊണ്ടിരിക്കുക. ആ സ്റ്റെഫിയിൽ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ അവളും കൈയൊഴിഞ്ഞു. സ്റ്റെഫിയാടി, മോളെ സ്റ്റെഫി, എന്തായി മോളെ? ക്യാഷ് അറേഞ്ച് ചെയ്യാൻ പറ്റിയോ? ഇല്ല സൂര്യേട്ടാ. സൂര്യേട്ടാ, ഞാൻ വിളിച്ചത് ഒരു ന്യൂസ് അറിയിക്കാനാ. പറ. ക്യാഷിന്റെ കാര്യം ചോദിച്ചപ്പോ സൂര്യേട്ടനോട് ഹരിയേട്ടൻ എന്താ പറഞ്ഞത്? ഓ, അങ്ങേർക്കിപ്പം നമ്മളെ സഹായിക്കാനുള്ള മനസ്സൊന്നുമില്ലാതെ. അങ്ങേരാളാകെ മാറിക്കഴിഞ്ഞില്ലേ. സൂര്യേട്ടന് 25 ലക്ഷം തരാൻ മനസ്സില്ലാത്ത ഹരിയേട്ടൻ 1 കോടി രൂപ ഇപ്പോ കടലിൽ കൊണ്ട് കളയാൻ പോവാ. ഓ, 500ന്റെ 1000ന്റെ വല്ല കള്ളപ്പണമായിരിക്കും. അങ്ങേരത് എവിടെയെങ്കിലും കൊണ്ട് മുക്കട്ടെ. സൂര്യേട്ടാ, 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് LICയുടെ അക്കൗണ്ടിലേക്കാ. ഇൻഷുറൻസ് പോളിസിയുടെ പേരിൽ. ഇൻഷുറൻസ് പോളിസിയോ? ആരുടെ പേരിൽ? ആ കനിയുടെയും മണിക്കുട്ടിയുടെയും പേരിൽ.